ഹായ് എവരിവൺ. സോ ഓൾ ഇന്ത്യ MBBSന്റെയും BDSന്റെയും തേർഡ് റൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുകയാണ് മിസ്. യെസ്, അപ്പോൾ ഇന്നലെ നമ്മുടെ MCCയുടെ വെബ്സൈറ്റിൽ ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3യുടെ പുതിയ സ്കെഡ്യൂൾ വന്നിട്ടുണ്ട്. സ്റ്റേറ്റിന്റെയും അതേപോലെ ഓൾ ഇന്ത്യയുടെയും രണ്ടിന്റെയും റൗണ്ട് 3യുടെയും സ്ട്രേ വേക്കൻസിയുടെയും പുതിയ സ്കെഡ്യൂൾ ആണ് വന്നിരിക്കുന്നത്. അത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3 നടക്കുന്നത് സെപ്റ്റംബർ 29 മുതലായിരുന്നു ഒക്ടോബർ 18 വരെയാണ്. അപ്പൊ നമ്മൾ ഓൾ ഇന്ത്യയുടെ റൗണ്ട് 3യുടെ റിസൾട്ട് ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമ്മൾ സൈറ്റിൽ നോക്കുകയാണെങ്കിൽ റൗണ്ട് 3യിലേക്ക് പുതുതായിട്ട് ESIയിലൊക്കെ ഒരുപാട് സീറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീറ്റുകളിലേക്കൂടെ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനൽ ചാൻസ് ആയിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു തേർഡ് റൗണ്ട് വീണ്ടും നീട്ടി വെച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യയുടെ സ്കെഡ്യൂൾ ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇപ്പൊ പുതിയ സ്കെഡ്യൂൾ അനുസരിച്ച് ഒക്ടോബർ 16 വരെ നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിങ്ങിനും ലോക്കിങ്ങിനുമായിട്ടുള്ള ടൈം ഉണ്ട്. ഒക്ടോബർ 16 ആണ് നിലവിലെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. ചോയ്സ് ലോക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് ഒക്ടോബർ 16 4 PM തൊട്ടിട്ട് ഒക്ടോബർ 16 11:55 PM വരെ ആയിരിക്കും ചോയ്സ് ലോക്കിങ്ങിനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ പുതിയ ചോയ്സുകൾ ആഡ് ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണിത്. മേ ബി ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ഇതിനുശേഷം എന്തായാലും സ്കെഡ്യൂൾ എക്സ്റ്റെൻഡ് ചെയ്യാനോ കാര്യങ്ങളൊക്കെ സാധ്യത കുറവാണ്. അപ്പോൾ മേ ബി ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ, ഇനിയും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പുതുതായിട്ട് വന്ന സീറ്റുകളൊക്കെ നോക്കി വളരെ കൃത്യമായി നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യുക. കാരണം ഇത് ഈ ഒരു അലോട്ട്മെന്റിൽ നമ്മൾ കിട്ടി അഡ്മിഷൻ എടുത്താൽ പിന്നെ ഒരു അപ്ഗ്രഡേഷൻ നമുക്ക് പോസിബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. യെസ്, അപ്പോൾ ആൻഡ് അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് ഒക്കെ 17നും 18നും നടന്ന ഒക്ടോബർ 18 കൂടിയാണ് ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ടിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. സ്കെഡ്യൂൾ പ്രകാരം 19 തൊട്ടിട്ട് 27 വരെ നിങ്ങൾക്ക് ആ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതായിരിക്കും ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ടിൽ നടക്കാൻ പോകുന്നത്. ഇനി കേരളയുടെയും കൂടി നോക്കാം. സ്റ്റേറ്റ് കൗൺസിലിംഗിന്റെ വന്നിട്ടുണ്ട്. അതേപോലെ ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസിയും കൂടി പറയാം. ഓൾ ഇന്ത്യയുടെ സ്ട്രേ വേക്കൻസി നടക്കാൻ പോകുന്നത് ഒക്ടോബർ 30 മുതൽ നവംബർ 7 വരെ ആയിരിക്കും മക്കളെ. നമ്മളുടെ ലാസ്റ്റ് ചാൻസ് ആണ് ഈ വർഷത്തെ. അതിനുശേഷം പിന്നീട് നമുക്ക് 2026 നീറ്റ് മാത്രമായിരിക്കും പ്രതീക്ഷിക്കാൻ സാധിക്കുക അല്ലെ. യെസ്, ആൻഡ് ഈ ഒരു സ്കെഡ്യൂൾ അനുസരിച്ച് സ്റ്റേറ്റിന്റെ തേർഡ് റൗണ്ട് നടക്കുക ഒക്ടോബർ 27 വരെ. അപ്പോൾ ഒക്ടോബർ 27 തന്നെ സ്റ്റേറ്റിന്റെ എന്ത് വരും, തേർഡ് റൗണ്ടിന്റെ റിസൾട്ട് വരും. നമ്മൾ 15-ാം തീയതിയാണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. എനിവേ ആ ഒരു ഡേറ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പുതിയ സ്കെഡ്യൂൾ അനുസരിച്ച് 27 വരെ ആയിരിക്കും നടക്കുക. നവംബർ 1 വരെയാണ് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് കേരളയുടെ സ്ട്രേ വേക്കൻസി നടക്കുക നവംബർ 3 മുതൽ നവംബർ 9 വരെ ആയിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറയുന്നത് നവംബർ 17 ആയിരിക്കും. അപ്പൊ ഇതാണ് നിലവിൽ MCCയുടെ പുതിയ സ്കെഡ്യൂൾ വന്നിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോയ്സ് ഫില്ലിംഗ് ഒക്കെ നടത്താനുള്ള അവസരം വീണ്ടും വന്നിരിക്കുകയാണ്. അതേപോലെ ചോയ്സ് ലോക്കിങ്ങിന്റെ ടൈം മറക്കരുത്. ചോയ്സ് ലോക്കിംഗ് ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത് ഒക്ടോബർ 16 4 PM തൊട്ടിട്ട് അതേ ദിവസം 11:55 PM വരെ ആയിരിക്കും. അത്രയും സമയത്തിനുള്ളിൽ ചോയ്സ് ലോക്കിംഗ് നടത്തി നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെന്റ് കൺഫേം ചെയ്യാവുന്ന, നിങ്ങൾ വെച്ച സീറ്റുകൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഡേറ്റ് റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒക്ടോബർ 18 യെസ്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഏതൊക്കെ സീറ്റുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത്, പുതുതായിട്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ഇത് ഫില്ല് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.